യേശു എന്തിന് ലോകത്തിലേക്ക് വന്നു? യേശു ആരായിരുന്നു? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ക്രിസ്തുമായി ചില ഉത്തരങ്ങൾ ഞങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ആരായിരുന്നു? യേശു സത്യദൈവമായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് വേദപുസ്തകം പറയുന്ന അവൻ സത്യദൈവവും നിത്യജീവനുമായിരുന്നു. സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ദൈവമായിരുന്നവൻ, ദൈവത്തിന്റെ സമത്വത്തിനകത്ത് വസിച്ചിരുന്നവൻ, ദൈവത്തിന്റെ തേജസ്സിനകത്ത് വസിച്ചിരുന്നവൻ, സമ്പൂർണ്ണ ദൈവമായവൻ, അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ, സർവശക്തിയുള്ളവൻ, സർവജ്ഞാനിയായവൻ, സ്വയംഭൂവായവൻ, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ, ആ സത്യദൈവമായ നിത്യജീവനായ സർവശക്തിയുള്ള ദൈവമായിരുന്നവൻ മനുഷ്യരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ദാസ്യരൂപമെടുത്ത് ഈ ഭൂമിയിലേക്ക്, സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സത്യദൈവമായിരുന്നു. അപ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അവൻ പൂർണ്ണ മനുഷ്യനായിരുന്നു. സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചവനാണ് യേശുക്രിസ്തു. നമ്മിൽ ഒരുവനെ പോലെ പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായി. നമ്മിൽ നിന്ന് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഒരേ ഒരു വ്യത്യാസം, യേശുവിൽ പാപമില്ലായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും യേശു നമുക്ക് തുല്യനായിരുന്നു. നമ്മെ പോലെ ഒരു ശിശുവായി ഒരു കന്യകയിൽ നിന്ന് ഭൂമിയിൽ ജനിച്ചവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷേ നമ്മുടെ ജനനത്തിനും യേശുവിന്റെ ജനനത്തിനും തമ്മിൽ വ്യത്യാസമുണ്ടായിരുന്നു. പുരുഷ സ്പർശമേൽക്കാതെ പ്രവചനത്തിന്റെ നിവൃത്തിയായി കന്യക ഗർഭം ധരിച്ച് ഭൂമിയിൽ ഒരു ശിശുവായി ജനിച്ചവനാണ് യേശുക്രിസ്തു. ഒരു കുടുംബത്തിനകത്ത് അപ്പനും അമ്മയ്ക്കും കീഴടങ്ങി മനുഷ്യർക്കും ദൈവത്തിനും കൊള്ളാകുന്നവരായി ഭൂമിയിൽ പാർത്ത് ജീവിച്ചവനാണ് യേശുക്രിസ്തു. ഈ യേശുക്രിസ്തു നമ്മെ പോലെ എല്ലാവിധമായ മാനുഷിക ബലഹീനതകളിലൂടെയും കടന്നുപോയ വ്യക്തിയാണ്. പിശാചിന്റെ പരീക്ഷണങ്ങളെ വചനത്താൽ നേരിട്ട് പരാജയപ്പെടുത്തി സാത്താന്റെ സകല തന്ത്രങ്ങളെയും വെല്ലുവിളിച്ച് സാത്താന്റെ സകല പരീക്ഷണങ്ങളെയും പരാജയപ്പെടുത്തി പാപമില്ലാതെ ഭൂമിയിൽ ജീവിച്ചവനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു സത്യദൈവമായിരുന്നത് കൊണ്ട് അവനിൽ പാപമില്ല. പാപമില്ലാതെ ഭൂമിയിൽ ജനിച്ചവൻ. നമ്മിലൊക്കെ വ്യാപരിക്കുന്ന ജന്മഭാവവും കർമ്മഭാവവും, എന്നാൽ യേശുവിൽ ജന്മഭാവമോ കർമ്മഭാവമോ ഉണ്ടായിരുന്നില്ല. പാപമില്ലാതെ ഭൂമിയിൽ ജനിച്ച പരമപരിശുദ്ധനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ പാപമില്ലായിരുന്നു. പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്തവനാണ്. ആ യേശുക്രിസ്തു പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി ഭൂമിയിൽ ജീവിച്ചവനാണ്. യേശുക്രിസ്തു സത്യ ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ചു. യേശു പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. അന്നുവരെ ഭൂമിയിൽ വന്ന സകല ഗുരുക്കന്മാരും നേതാക്കന്മാരും മത ആചാര്യന്മാരും നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ മതത്തിലുള്ളവരെ സ്നേഹിക്കുവാൻ, നിങ്ങളുടെ സമുദായത്തിലുള്ളവരെ സ്നേഹിക്കുവാൻ, നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ നിങ്ങളെ പകയ്ക്കുന്നവരെ, നിങ്ങളെ ദ്വേഷിക്കുന്നവരെ, നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ, നിങ്ങളെ തള്ളിക്കളയുന്നവരെ സ്നേഹിക്കുവാൻ ലോകത്തോട് പറഞ്ഞ, ശത്രുവിനെ സ്നേഹിക്കുവാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞ, ലോകത്തെ പഠിപ്പിച്ച ഏക ഗുരു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. അതാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ പ്രസക്തി. മറ്റൊരു ഗുരുക്കന്മാരും അന്ന് വരെ ലോകത്തെ പഠിപ്പിച്ചിട്ടില്ലാത്തതുപോലെ ഒറ്റിക്കൊടുക്കുന്നവരെയും തള്ളിക്കളയുന്നവരെയും അപവാദം പറയുന്നവരെയും പരദൂഷണം പറയുന്നവരെയും അപവാദം പറഞ്ഞു വരത്തുന്നവരെയും എല്ലാ വിധത്തിലും നമ്മെ തകർക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെയും ചേർത്ത് നിർത്തി സ്നേഹിക്കുവാൻ, ശമിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ തള്ളിക്കളയുന്നവരെ മാറോട് ചേർത്തണയ്ക്കുവാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു. അതാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പ്രസക്തി. മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ ഈ സുവിശേഷത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിലും വർദ്ധിച്ചു വരികയാണ്. കാരണം കാലം അതിന്റെ അവസാന യവനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ പാപം മറ്റൊരു കാലത്തും ഇല്ലാത്തതുപോലെ ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പാപവും പാപസ്വഭാവങ്ങളും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ സകല മാനവകുലത്തെയും പിടികൂടിയിരിക്കുന്നു. കാരണം വേദപുസ്തകം പറയുന്നു, സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തി. സകലരും പാപികളാണ്. അത് ക്രിസ്ത്യാനിയാകട്ടെ, ഹിന്ദുവാകട്ടെ, മുസൽമാനാകട്ടെ, പാരമ്പര്യമായി ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാലും എന്നെ കേൾക്കുന്ന സഹോദര, താങ്കൾ പാപത്തോടെയാ ജനിക്കുന്നത്. അതിനെ വേദപുസ്തകം
ജന്മം കൊണ്ട് തന്നെ മനുഷ്യൻ പാപിയാണ് എന്ന് പറയുന്നു. അങ്ങനെ ജന്മം കൊണ്ട് തന്നെ പാപിയായി ജനിക്കുന്ന മനുഷ്യൻ പാപത്തിലാണ് വളരുന്നത്. അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവന് നന്മ ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ എഴുതിയത്, അവന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അവൻ ഇച്ഛിക്കാത്ത തിന്മ അവൻ ചെയ്തു പോവുകയാണ്. ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യണമെന്നാ, പക്ഷേ ചെയ്യുന്നതൊക്കെ തിന്മയായി ഭവിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാരണം? ആദിമ മനുഷ്യനായ ആദാം, ദൈവം ലോകത്ത് ഒരു മനുഷ്യനെയാണ് സ്വന്തം കരം കൊണ്ട് സൃഷ്ടിച്ചത്. അത് ആദാം എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്നാൽ ആ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സ്വന്തം ഛായയിലാണ്, സ്വന്തം സാദൃശ്യത്തിലാണ്. ദൈവത്തിന്റെ ഛായ ആത്മാവാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവം, ആത്മാവായ ദൈവം, ഒരു ആത്മാവിനെ, വിലയേറിയ ഒരു ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലാക്കിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ മണ്ണിൽ നിന്നെടുത്തവനാണ്. എന്ന മണ്ണിൽ നിന്നെടുത്ത ശരീരം മണ്ണോട് ചേരുമെങ്കിലും ദൈവം അവന്റെ അകത്താക്കി വെച്ച ദൈവത്തിന്റെ ഛായയാകുന്ന ആത്മാവ് അവന്റെ അകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നത്, ഈ ആത്മാവ് മുഴു ലോകത്തെക്കാളും വിലയേറിയതാണ്. ഇവിടത്തെ അംബാനിയുടെയും അതുപോലെ തന്നെയുള്ള സകല കോടീശ്വരന്മാരുടെയും സ്വത്തുക്കൾ ഒരുമിച്ച് വെച്ചാലും ഒരു മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ച ആത്മാവിന്റെ വിലയ്ക്ക് തുല്യമാവുകയില്ല. സകല ലോകത്തെക്കാളും വിലയുള്ള ഒരു ആത്മാവിനെ മനുഷ്യന്റെ അകത്ത് ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ദൈവം ആത്മാവുള്ളവരായി മനുഷ്യനെ സൃഷ്ടിച്ചു. ആത്മാവിലൂടെയാണ് മനുഷ്യന് ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയുന്നത്. ഒരു മനുഷ്യൻ ദൈവോന്മുഖനായി മാറുന്നത് അവന്റെ അകത്ത് ആത്മാവുള്ളത് കൊണ്ടാണ്. ഇവിടെ സൃഷ്ടിച്ച പക്ഷി മൃഗാദികൾക്കൊന്നും ആത്മാവില്ല. ആത്മാവുള്ളവനായി ദൈവം ഈ ഉലകത്ത് മനുഷ്യരെ മാത്രമേ സൃഷ്ടിച്ചുള്ളൂ. ആ മനുഷ്യന് മാത്രമാണ് ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കാൻ കഴിയുന്നത്, ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത്. ആദിമ മനുഷ്യരായ ദൈവത്തെ മനുഷ്യൻ സൃഷ്ടിച്ചത് ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും ജീവിക്കാനാണ്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും വിട്ട് മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ തള്ളിക്കളഞ്ഞ് ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ തുടങ്ങിയപ്പോ അവന്റെ അകത്ത് പ്രവേശിച്ചതാണ് പാപവും, പാപത്തിന്റെ പരിണതഫലമായി മരണവും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അന്നു മുതൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപത്തോടെ ജനിക്കുന്നു. പാപത്തോടെ ജനിക്കുന്ന മനുഷ്യന് മരണമുണ്ട്. ഒന്ന് ആത്മീക മരണം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ അവസ്ഥയാണ് ആത്മീക മരണം. ഇവിടെ ജനിക്കുന്ന സകല മനുഷ്യന്റെയും ആത്മാവ് മൃതാവസ്ഥയിലാണ്. ജീവനില്ലാത്ത ആത്മാവോടുകൂടിയാണ് സകല മനുഷ്യനും ഭൂമിയിൽ ജനിക്കുന്നത്. എന്നാൽ അങ്ങനെ മൃതാവസ്ഥയിലുള്ള ഈ ആത്മാവോടുകൂടി ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാനോ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാനോ ദൈവത്തോട് സമാധാനത്തിൽ ജീവിക്കാനോ കഴിയുന്നില്ല. എന്നാൽ അവന്റെ അകത്ത് ദൈവോന്മുഖമായ ചിന്തയുണർത്തിക്കൊണ്ട് ആത്മാവ് അവന്റെ അകത്തുള്ളത് കൊണ്ട് അവൻ പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അന്വേഷിക്കുവാനും തുടങ്ങി. അങ്ങനെ അവന്റെ അന്വേഷണത്തിനകത്ത്, അവന്റെ ചിന്തകൾക്കകത്തും ബുദ്ധികൾക്കകത്തും ഉരുത്തിരിഞ്ഞ് അവൻ പേടിക്കുന്ന പലതിനെയും ദൈവമായി സങ്കല്പിച്ച് ദൈവസങ്കല്പങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ പലവിധത്തിലുള്ള ദൈവസങ്കല്പങ്ങളും അവന്റെ മനസ്സിനകത്ത് രൂപം കൊണ്ട ദൈവസങ്കല്പങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളും ആചാരങ്ങളും അവൻ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെ കർമ്മങ്ങളിലും ആചാരങ്ങളും അധിഷ്ഠിതമായ മതങ്ങൾ ഭൂമിയിൽ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച ഗോത്ര മതങ്ങളുടെ ആവിഷ്കൃതം, അതിന്റെ നവീനമായ രൂപമാണ് ഇന്ന് കാണുന്ന സകല മതങ്ങളും. പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ആചാരങ്ങൾ, തീർത്ഥാടനങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അവൻ ചെയ്യുന്ന മതപരമായ അനുഷ്ഠാനങ്ങളും അവന്റെ ഭക്തിയും ഒന്നും കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, മനുഷ്യൻ ചെയ്യുന്ന കർമാനുഷ്ഠാനങ്ങളും ആചാരങ്ങൾ, ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നോമ്പുകൾ, ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യന്റെ കർമ്മങ്ങൾ കൊണ്ട് ദൈവത്തോട് അവന് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തിലാണ് മനുഷ്യരെ ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ, മനുഷ്യരെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ, ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് മനുഷ്യരെ മടക്കി കൊണ്ടുവരുവാൻ, മൃതാവസ്ഥയിലായിരുന്ന മനുഷ്യന്റെ ആത്മാവിന് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ദൈവമായിരുന്നവൻ ഇറങ്ങി വന്നത്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമായിരുന്നു. യേശു ക്രിസ്തു അതേസമയം പൂർണ്ണ മനുഷ്യനുമായിരുന്നു. ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. ഇത് പലപ്പോഴും ഇവിടത്തെ തത്വചിന്തകന്മാർക്ക് ഇതൊരു ഭോഷത്വമാണ്, മതചിന്തകന്മാർക്ക് ഇതൊരു ഇടർച്ചക്കല്ലാണ്. എന്നാൽ ഞങ്ങൾ പറയട്ടെ, വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇത് ദൈവശക്തിയാണ്.
യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമായിരുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യുവാൻ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോ മാനവകുലത്തെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, പാപത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ, അവനെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ, അവന്റെ ആത്മാവിന് ജീവൻ പ്രദാനം ചെയ്യുവാൻ, മരണഭയത്തിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ, നിത്യമരണത്തിൽ നിന്ന് മനുഷ്യരെ നിത്യമായ സ്വർഗത്തിലെത്തിക്കുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിക്കുവാനിടയായി തീർന്നു. പാപത്തിന്റെ ശിക്ഷ മനുഷ്യൻ അനുഭവിച്ചെങ്കിൽ മാത്രമേ അവന് ദൈവത്തോട് ബന്ധം സ്ഥാപിക്കാൻ കഴിയൂ. പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അതുകൊണ്ട് തന്നെ പാപത്തിന്റെ ശിക്ഷയായ മരണം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് മനുഷ്യനെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവപുത്രനായ ലോകരക്ഷിതാവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചു. ഈ യേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. സകല ലോകത്തിന്റെയും പാപം ഈ പ്രസംഗിക്കുന്ന എന്റെയും എന്നെ കേൾക്കുന്ന ദേശനിവാസികളുടെയും ഈ ലോകത്തിന്റെ യോളം ജനിച്ചിട്ടുള്ള സകല മനുഷ്യന്റെയും ഇനി ഭൂമിയിൽ ജനിക്കാനുള്ള സകല മനുഷ്യന്റെയും പാപം യേശു സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് മാനവകുലത്തിന് വേണ്ടി യേശു പാപമായി മാറി. പാപമായി മാറിയ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കൊലപാതകമല്ല. മറിച്ച് യേശുവിന്റെ മരണം ഒരു അകൃത്യയാഗമായിരുന്നു. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി നിർദോഷവും നിഷ്കളങ്കവുമായ ദൈവ കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവരിയിൽ അകൃത്യയാഗമായി തീരുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ യാഗത്താൽ എന്നേക്കുമായി സകല പാപത്തിന്റെയും പരിഹാരം വരുത്തുവാനിടയായി തീർന്നു. പാപപരിഹാരത്തിനായി തീർത്ഥാടനങ്ങൾ വേണ്ട. പാപപരിഹാരത്തിനായി കർമ്മങ്ങൾ ചെയ്യണ്ട. പാപപരിഹാരത്തിനായി അനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട. പാപപരിഹാരത്തിനായി ആഘോഷങ്ങൾ ചെയ്യണ്ട. പാപപരിഹാരത്തിനായി ഒരു കൂദാശകളും ചെയ്യണ്ട. പാപപരിഹാരത്തിനായി ഒരു പുണ്യവാളന്മാരെയും വിളിക്കണ്ട. പാപപരിഹാരത്തിന് ഒരേ ഒരു മാർഗം, അത് യേശു എന്ന മാർഗമാണ്. യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഞാൻ വഴിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കലെത്തുന്നില്ല. ദൈവസനിൽ എത്തിച്ചേരുവാൻ, പാപപരിഹാരത്തിനായി മോക്ഷം പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ഒരേ ഒരു മാർഗം, അത് യേശു ക്രിസ്തു എന്ന മാർഗം. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. നിങ്ങൾ ഏത് ജാതി മതത്തിൽപ്പെട്ടവരാകട്ടെ, ഞങ്ങൾ ഇന്ന് പകൽ ഞങ്ങളൊരു മതപ്രസംഗമല്ല നടത്തുന്നത്, ഞങ്ങളൊരു രാഷ്ട്രീയ പ്രസംഗമല്ല നടത്തുന്നത്, ഞങ്ങളൊരു സാംസ്കാരിക പ്രസംഗമല്ല നടത്തുന്നത്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിച്ച പ്രസംഗമാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകളെ ചേർക്കുന്ന മാർഗമല്ലിത്. അല്ലെങ്കിൽ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ആളിനെ ചേർക്കുന്ന മാർഗമല്ല. യേശു നിങ്ങളെ വിളിക്കുന്നു. എന്തിനാണെന്നറിയാമോ? വേദപുസ്തകം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ യേശു നിങ്ങളെ വിളിക്കുകയാ. അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഭാഗമാകാനല്ല വിളിക്കുന്നത്, ഒരു സഭയുടെ ഭാഗമാകാനല്ല വിളിക്കുന്നത്. യേശു നിങ്ങളെ വിളിക്കുന്നു. യേശുവിന്റെ സ്നേഹം നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളെ വിളിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയായി മാറുവാൻ. പാപമില്ലാതെ, പാപത്തിന്റെ ചിന്തകളില്ലാതെ, ജഡത്തിന്റെ ചിന്തകളില്ലാതെ ഒരു പുതു സൃഷ്ടിയായി ദൈവോന്മുഖമായി ചിന്തിക്കുന്ന, ദൈവത്തോട് ബന്ധം സ്ഥാപിച്ച, സമൂഹത്തിന് കൊള്ളാകുന്നവരായി, കുടുംബത്തിന് കൊള്ളാകുന്നവരായി, ദേശത്തിന് കൊള്ളാകുന്നവരായ പുതുമനുഷ്യനായി തീർക്കുവാൻ കഴിയുന്ന ഏക സന്ദേശം അത് സത്യസുവിശേഷത്തിന്റെ സന്ദേശമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി പാപമോചനവും വീണ്ടെടുപ്പുമുണ്ട്. അവരെ ദൈവത്തിന്റെ മകനാക്കി മാറ്റുന്നു, മകളാക്കി മാറ്റുന്നു. നിങ്ങൾക്ക് സൗജന്യമായി ദൈവത്തിന്റെ മകനാകാം, നിങ്ങൾക്കും ദൈവത്തിന്റെ മകളായി മാറാം. ഈ ക്രിസ്മസ് കാലത്ത് ഈ സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവം, യേശു ക്രിസ്തു മാത്രമാണ് നിത്യജീവൻ, യേശുവിലൂടെ മാത്രമാണ് നിത്യരക്ഷ, യേശുവിലൂടെ മാത്രമാണ് പാപമോചനം, യേശുവിലൂടെ മാത്രമാണ് വീണ്ടെടുപ്പ്, യേശുവിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് നിത്യസ്വർഗം ലഭിക്കുന്നത്. ആ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, ക്രിസ്തുവിനുള്ള വിശ്വാസം. ഇത് കർമ്മമാർഗമല്ല, ഇത് വിശ്വാസമാർഗമാണ്. ഈ വിശ്വാസമാർഗത്തിലേക്ക്, നിത്യജീവനിലേക്ക്, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷ സന്ദേശത്തിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.